GSTR 3Bയിലെ ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പിനെ പറ്റി GSTN പുതിയൊരു അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. CGST ആക്ട് 2017 സെക്ഷൻ 50 പ്രകാരം പ്രീവിയസ് ടാക്സ് പീരീഡിലെ ടാക്സ് ലയബിലിറ്റി സബ്സിക്വന്റ് ടാക്സ് പീരീഡിൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പ് വരും. പ്രീവിയസ് ടാക്സ് പീരീഡിലെ ലയബിലിറ്റിയും സബ്സിക്വന്റ് ടാക്സ് പീരീഡിൽ, അതായത് കറണ്ട് ടാക്സ് പീരീഡിലെ ലയബിലിറ്റിയും. അതുകൊണ്ട് തന്നെ അത് സേവ് ചെയ്യണം. സേവ് ബട്ടൺ ഈ ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പിന് താഴെ വരും. അത് സേവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് GSTR 3B EVCO DSCO ഉപയോഗിച്ച് ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ മേക്ക് പേയ്മെന്റ് അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ അത് ഡിസേബിൾ ആയി കിടക്കുന്നുണ്ട്. ഇവിടെ താഴെ ഒരു പുതിയൊരു ടാബ് വന്നിട്ടുണ്ട്, ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പ് ആസ് ആപ്ലിക്കബിൾ. ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്ത പേജിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പ് ഉണ്ട്. ഈ ബ്രേക്കപ്പ് സേവ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഫയൽ GSTR 3B വിത്ത് EVC അല്ലെങ്കിൽ ഫയൽ GSTR 3B വിത്ത് DSC ഉപയോഗിച്ച് ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് സേവ് ചെയ്തതിനു ശേഷം നമ്മൾ വെരിഫിക്കേഷൻ ഈ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്യണം. അതിനുശേഷം ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ പേര് സെലക്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഈ രണ്ട് ടാബും, അതായത് ഫയൽ GSTR 3B വിത്ത് EVC അല്ലെങ്കിൽ ഫയൽ GSTR 3B വിത്ത് DSC, ഇത് ആക്റ്റീവ് ആവുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇനി GSTR 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.